അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇയാളെ നമ്മളൊരു ഹായ് പറഞ്ഞോട് കൂടി മൊട്ടടിച്ചപ്പം കല്ലുമായ പെയ്തു പറഞ്ഞ പോലെ നമ്മളൊരു ഒരു ഗംഭീര ഹായ് കൊടുത്തപ്പോൾ ഇപ്പം എല്ലാവർക്കും ഹായ് വേണമല്ലോ ഇയാളെ. ഇന്നലെ മിഞ്ഞാന്നൊക്കെ നമ്മൾ ഹായ് കൊടുത്ത്. ഇന്നിപ്പം 4 ആൾക്കാരാണ് നമ്മളോട് ഹായ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നോട്ടിൽ എഴുതി വെച്ചിരിക്കണേ ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആരാ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മളെ സുഹൈല പറഞ്ഞിരിക്കണേ, മിനി പറഞ്ഞിരിക്കണേ, ഇന്ദു പറഞ്ഞിരിക്കണേ, പിന്നെ ഷിഹാബ്, അത് നമ്മളെ പുതിയാപ്പിള കാക്കിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹായ്. ഇനി ഹായ് വേണ്ടിയൊരു പറഞ്ഞോളിട്ടോ. ഇനിയിപ്പോൾ കല്ലുമായ പെയ്താലും വേണ്ടില്ല, നമ്മൾ ഹായ് തരാൻ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ റെഡിയല്ലേ? അപ്പോൾ ഇതാക്കണേ, നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ടിക്കണം കേട്ടോ. നമുക്കൊരു കല്യാണം ഉണ്ട്, അതിന് പോകാനും വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എത്തപ്പോ വലത്തെ കജിമ്മ മൈലാഞ്ചി ഇട്ടിക്കണം, എല്ലാവരും ഇടത്തെ കജിമ്മലല്ലേ മൈലാഞ്ചി ഇടുക. അതെന്താ വെച്ചാൽ നമ്മൾ വലത്തെ കജിമ്മ അങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് നോക്കി, ഇങ്ങനെ ഒന്ന് സാമ്പിൾ നോക്കിയതാ. ഇട്ട് പറഞ്ഞപ്പോൾ മായ്ക്കാൻ തോന്നിയില്ല. അപ്പോൾ പിന്നെ അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ഇനി ഇടത്തെ കജിമ്മ ഇടും ചോദിച്ചാൽ. അപ്പോൾ ഏതായാലും മൈലാഞ്ചിയൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നാണ് കേട്ടോ. അത് നമ്മളെ മിന്നുട്ടി ഇറങ്ങിച്ച് ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ വീഡിയോയിൽ. മൈലാഞ്ചി ആയിക്കോട്ടെ പറഞ്ഞപ്പോൾ ഓള് കാണിച്ചു കൊടുത്താൽ മറ്റൊരു ബൂതി മൈലാഞ്ചി നിങ്ങൾക്ക് കാണിച്ചു തരാനേ. അപ്പം ഞാനും കാണിച്ചു തന്നാണ് കേട്ടോ. എങ്ങനെ ഇഷ്ടപ്പെട്ടുക്കണോ? നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇങ്ങോട്ട് കുത്തി വരച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ചായക്ക് കടി എന്താണെന്നറിയാം? നൂൽപുട്ടാണ് മക്കളെ. കുറേ ദിവസമായിക്കണം നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട്. അരിയൊക്കെ പൊടിച്ചു കൊടുക്കണേ. ഇന്നലത്തെ വീഡിയോയിൽ കണ്ടങ്ങൾ? ഇന്നലത്തെ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ ഇട്ടുക്കണോ? ഇല്ലല്ലേ. അരിയും ഗോതമ്പും ഉണക്കിയതാണല്ലേ കണ്ടിരിക്കുന്നത്. പൊടിപ്പിച്ച കൊടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ലാന്നാ പറ്റി തോന്നുന്നത്. ഏതായാലും അരിയൊക്കെ പൊടിപ്പിച്ച് കൊടുന്നിരിക്കണേ. അപ്പം ഇനി നൂൽപുട്ട് ഉണ്ടാക്കുക, പത്തിരി ഉണ്ടാക്കുക, ചീയാപ്പം ഉണ്ടാക്കുക, പുട്ടുണ്ടാക്കുക, എല്ലാതും ഉണ്ടാക്കുക അരി പൊടിപ്പിച്ച് കൊടുന്നാൽ കേട്ടോ. ഏതായാലും നല്ല തിളച്ച വെള്ളം എടുത്ത് വന്നിട്ട് അതിക്ക് കുറച്ച് ഉപ്പണ്ട് ഇട്ടിട്ട് ഇളക്കിയിട്ട് നമ്മളെ അരിപ്പൊടിക്ക് അങ്ങനെ കുറച്ചീച്ച പാർന്ന് കാണ്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം കുഴച്ചെടുത്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് മാതിരിക്കത്തെ നൂൽപുട്ട് ഉണ്ടാക്കട്ടോ. ഇപ്പോൾ കുറേ ദിവസമായിക്കണല്ലോ നമ്മൾ പുട്ടും ചീയപ്പവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണേ. ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് നൂൽപുട്ടൊക്കെ ഒന്ന് ചുട്ട് നോക്കുക അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്നിപ്പോൾ നൂൽപുട്ടാകുമോ? അല്ല കേട്ടോ. നമ്മളെ പുട്ട് വിട്ടിട്ടില്ല ഒരു കളിയില്ല മക്കളെ. പുട്ട് നമുക്ക് പെരുത്ത് ഇഷ്ടമാണ്, പുട്ടും കടലക്കറി. അത് കഴിഞ്ഞിട്ട് വേറെ എല്ലാം ഒരു കടി നമുക്ക് തീർപ്പതിയുള്ളൂ കേട്ടോ. അതേമാതിരി തന്നെയാണ് നമ്മളെ കുട്ടികളും. ഒന്നാൾ കണ്ട് മത്തം കുത്തിയാൽ കുമ്പളം മുളക്കുക ശരി തന്നെയാണ്. അപ്പോൾ അതാക്കണേ ഞാൻ കുറച്ചേ ഓയിലാണ് പാർന്നിട്ടിങ്ങനെ കേട്ടോ. ആ തട്ടിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച അതൊക്കെ ഒന്ന് വടിച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ കണ്ടില്ല നിങ്ങൾ ഇപ്പോൾ ഒരു ഒറ്റ പൊടി തട്ടിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലല്ലോ. അതിനാണ് നമ്മൾ ഓയിലാക്കി കൊടുത്തത്. നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് നമുക്ക് നമ്മളെ നൂൽപുട്ടൊന്ന് ചുട്ട് വയ്ക്കാണ്ടല്ലോ. അടിപൊളിയാണ് കേട്ടോ. എത്ര തിന്നാലും പൂതിയാണ് തീരൂല മക്കളെ. നല്ല സോഫ്റ്റ് ആയിട്ടില്ല ഉണ്ടാക്കാം. അപ്പോൾ ചിലവർ പച്ചവെള്ളം പാർന്നുണ്ടാക്കും. ഇച്ച് പച്ചവെള്ളം പാർന്നുണ്ടാക്കി ഇഞ്ച നൂൽപുട്ട് ശരിയാവില്ല കേട്ടോ. ഉറ്റി ഇങ്ങനെ ചാടും. അതുകൊണ്ട് ഇച്ച് തിരുപ്പതി നല്ല തിളച്ച വെള്ളത്തിൽ കുഴക്കുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ അല്ലേ. ഓരോരുത്തർ അച്ചും ഓരോരോ ഇതാണ്. പക്ഷേ ഇഞ്ച അച്ചിന് പിരാന്താണ് കേട്ടോ പച്ചവെള്ളം കൊണ്ട് കുഴച്ചാൽ. അപ്പോൾ ഞാൻ ചൂടുവെള്ളം കൊണ്ട് തന്നെ കുഴക്കലുള്ളൂ. ചൂടുവെള്ളം വെച്ചാൽ നല്ല തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ പാര. അപ്പം നിങ്ങളൊക്കെ നൂൽപുട്ട് ചൂടുമ്പോൾ എങ്ങനത്തെ വെള്ളം പാരാന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഏതായാലും ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ചായപ്പൊടി പഞ്ചാരയൊക്കെ ഇട്ട് നമ്മൾ മാറ്റി വെച്ചിക്കണം കേട്ടോ. പിന്നെ ഞാൻ നൂൽപുട്ട് ചൂടാൻ വെള്ളം വെച്ചിക്കണ്. നമ്മളെ ഇഡലി ചെമ്പിലാണ് വെച്ചിക്കണം കേട്ടോ. നമ്മളിതാക്കണേ നമ്മളെ നൂൽപുട്ടിൻ്റെ അച്ചെടുത്തിക്കണേ. അച്ച ഏതായാലും വിചാരിച്ചിനേക്കാരം ഞാൻ മറന്നോന്ന്. അച്ഛനറിയില്ലല്ലോ പൊടി ഇല്ലായിട്ടാന്നുള്ളത്. ഏതായാലും നമ്മൾ മറന്നിട്ടൊന്നുമില്ലാന്ന് ഇപ്പം നമ്മൾ അച്ഛന് മനസ്സിലാക്കും. അച്ച് നിങ്ങളിങ്ങനെ കേൾക്കണുണ്ട്, ഓളിങ്ങനെ പറയണുണ്ടല്ലേ എന്ത് നമ്മളെ നൂൽപുട്ടിൻ്റെ അച്ച്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാക്കണേ നമ്മളെ നൂൽപുട്ടിൻ്റെ തട്ടിൽ നമ്മൾ എണ്ണയൊക്കെ ആക്കി കൊടുത്തത് കേട്ടോ. പെട്ടെന്ന് പോരാനാണ് കേട്ടോ. നമ്മൾ ഈ പറയുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ വടായി പറയാൻ കേട്ടോ മക്കളെ. അത് ചിലപ്പോൾ ഇഷ്ടമുള്ളവരും ഉണ്ടാവും, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. പക്ഷേ നമ്മളതങ്ങനെ പറഞ്ഞ് ശീലിച്ച് പോയിട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ അതിങ്ങനെ ഉന്തി തള്ളിങ്ങോട്ട് പോണ്ടേ, അത് എഴുതിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയേണ്ടത്. ഒരു 10-14 മിനിറ്റ് നിങ്ങളെങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിലൊന്ന് പിടിച്ചിരുത്തണ്ടേ. അതിനും വേണ്ടിയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ വടായി പൊട്ടിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടോ അല്ലേന്ന് ഇപ്പോൾ നമുക്കറിയില്ല. ഇഷ്ടമുള്ളവരും ഉണ്ട്, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. എന്തായാലും നിങ്ങൾ കമൻറ്റ് തന്നോളേണ്ടി കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞോളൂ, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞോളൂ കേട്ടോ.
ചിലവരൊക്കെ വർത്താനം ഓവറാന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ നമ്മൾ കണ്ടീനി. അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞോളി. അതിന് തന്നെയല്ലേ കമൻറ്റ് ബോക്സ് നമ്മൾ തുറന്നിട്ടിരിക്കുന്നത്, നിങ്ങളൊക്കെ വിലയേറിയ കമൻറ്റുകൾ കേൾക്കാൻ. അപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ നൂൽപുട്ട് പീച്ചുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ നമ്മളെ മിന്നുട്ടി എന്തിനാണ് നിൽക്കണമെന്ന് അറിയാം. ഇനിയിപ്പോൾ ഈ പീച്ചണത് ഓള് ആ തട്ട് ആ സ്റ്റാൻഡുമ്പോൾ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അതിനാണ് ഇപ്പോൾ ഓള് ഇങ്ങനെ വാട്ടം പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മുടിയൊന്നും കെട്ടാത്ത പിരാന്തത്തിയാളമാതിരി വന്ന് നിൽക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾ പറഞ്ഞാൽ സാരല്ലമ്മ ഞാൻ പുറങ്ങിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾക്ക് വെക്കാനൊന്നും വെച്ച. പിന്നെ ആളായി കണ്ട് അങ്ങനെ വന്നൊക്കെ പറഞ്ഞു ഇവിടെ വെക്കടിക്കുന്നൊക്കെ പറഞ്ഞാണ് കാട്ടി കൊടുത്താണ് കേട്ടോ. ഒരട്ടം അങ്ങനെയാണെങ്കിലും പിന്നെ ശരിയാവും കേട്ടോ. അങ്ങനെ ഏതായാലും ഇനിയുള്ളത് ഓളെന്നെ വെക്കാന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ അവിടെ വാട്ടം പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് മാവിച്ച് തരുമോ വെച്ച് കണ്ട് അതും കജ്ജി പിടിച്ച് കഴിഞ്ഞോളാ. പിന്നെ നമ്മളെ ടൈൽസുമ്മ കുറച്ച് പത്തിരിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുത്തിർക്കും. പിന്നെ അത് ചുട്ടിട്ടും ഇതാക്കിയിട്ടൊക്കെ അതിനാണ് കുറച്ച് മാവ് കൂടെ എടുത്തേക്കണം കേട്ടോ. പിന്നെ ഞാനൊരു കേങ്ങ് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ ഒരു കേങ്ങ് കൊണ്ട് ഇപ്പോൾ എന്താ ചാറുണ്ടാകുമോ? ഇല്ല, നമ്മൾ ഇന്നലെ കുറച്ച് കോഴിച്ചാറ് വെച്ചിനല്ലോ, അതിൻ്റെ ഒരു തുള്ളി ബാക്കിയുണ്ട്. അപ്പോൾ അതിൽക്കൂടെ ഈ കേങ്ങും കൂടെയാണ് കുത്തി അടച്ച് പറഞ്ഞാൽ നമ്മളെ നൂൽപുട്ടൊക്കെ ഒരു ചാറും ആകും. അപ്പോൾ എന്തായി, കോഴിച്ചാറിൻ്റെ ഒരു മണവും ചൂരൊക്കെ അതും കിട്ടും, നല്ല രസവും ഉണ്ടാകും. കോഴിച്ചാറാണെന്നൊക്കെ കരുതും ചെയ്യും. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കണ്ടമുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം നിങ്ങളിത് എന്തൊരു കണ്ടാന്ന്, കോഴിക്കണ്ടേ അതാണ് പറഞ്ഞത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കോഴി കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഏതായാലും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളകും പൊടി ഇട്ടുകാണ്ട് നമുക്ക് നമ്മളെ കേങ്ങ തീമാക്കാം കേട്ടോ. മല്ലി ഇടണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി മല്ലി ഇട്ടുകാണ്ട് ചാറ് കൂട്ടണില്ല. ഇനി പിന്നെ അവിടെ മൂലൊക്കെ കിടക്കും. കുറച്ച് തന്നെ ഉണ്ടാക്കണുള്ളൂ. അങ്ങനെ ഏതായാലും നമ്മളെ കേങ്ങൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേന് നമ്മളെ നൂൽപുട്ടൊക്കെ വെന്തിക്കണം കേട്ടോ. അപ്പോൾ നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് കണ്ടില്ലേ, ഉസാറായിട്ട്. അപ്പോൾ ഞാനിതാക്കണം നമ്മളെ ചട്ടിയൊക്കെ പിടിച്ചണ ആ ഇക്കറില്ലേ, ആ ഇക്കറ് കൊണ്ടാണ് കേട്ടോ ഞാൻ നമ്മളെ നൂൽപുട്ടിൻ്റെ സ്റ്റാൻഡ് പൊന്തിച്ച്. എന്നിട്ട് നമ്മൾ തിരിച്ചാണ്ട് ഓഫാക്കി കൂട്ടാം. അത് വെറുതെ ഇനി തട്ടുന്നൊക്കെ നൂൽപുട്ടിൻ്റെ ഇതൊക്കെ തട്ടി വരുമ്പോഴത്തേന് ഗ്യാസ് വെറുതെ കളയണ്ടല്ലോ. പിന്നെ നമുക്ക് പീച്ച് ഉണ്ടാക്കിയിട്ടൊക്കെ വേണം. അപ്പോൾ പിന്നെയും കത്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളെ നൂൽപുട്ടൊക്കെ ഒന്ന് തട്ടിയൊക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് തട്ടിയാൽ മതി കേട്ടോ. ഇപ്പോൾ തണുക്കണമെന്നൊന്നുമില്ല, എന്നാലും പോരും. നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് തട്ടിയപ്പോൾ ആദ്യം ഒന്ന് മടിച്ച് നമ്മളെ നൂൽപുട്ട് പോരാൻ, പിന്നെ റെഡി ആയിട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മളെ നൂൽപുട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടില്ല അടിപൊളിയായിട്ടില്ല നൂൽപുട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തുക്കണേ. അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും ബാക്കിയുള്ളതും അങ്ങനെ തന്നെ പീച്ചുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കേങ്ങൊക്കെ വെന്തൊക്കെ ഒന്ന് കുത്തി ഉടച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ചാറ് നോക്കാം. കണ്ടില്ലേ, ഇതാണ് നമ്മളെ കോഴിച്ചാറ്. ഇത് നല്ല മണമുണ്ട് കേട്ടോ. ഇതിലേക്ക് കേങ്ങും കൂടിയാണ് പാർന്നാണ്ടല്ലോ. കോഴിച്ചാറല്ല എന്ന് ആരും പറയില്ല. ഞാൻ പറഞ്ഞില്ല അവിടെയും ഇവിടെയൊക്കെ ഓരോ കോഴിക്കണ്ടുണ്ടെന്നുള്ളത് ആക്കണേ. ഒരു 3-4 കണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായി, കോഴിച്ചാറായും ചെയ്ത് നൂൽപുട്ടും കോഴിച്ചാറൊന്ന് പേര് അവിടെയും ഇവിടെയൊക്കെ ഒരു കോഴിക്കണ്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ കോഴിച്ചാറ് തന്നെയല്ലേ ഇപ്പം അത്. അങ്ങനെ ഏതായാലും അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മളെന്താട്ടി ചായ കുടിച്ചാൽ വേണ്ടി കുത്തിർക്കാണ് കേട്ടോ. അപ്പം ഇന്ന് വേഗം ചായ കുടിച്ചട്ടെ. ചായ പള്ളിയിലാക്കിയിട്ട് ഇന്നിപ്പോൾ മിറ്റടിച്ചോരലും അകടിച്ചോരലും തുടക്കലും പാത്രം ഇന്നിപ്പോൾ അങ്ങനെയും പോട്ടെ കേട്ടോ. എന്നിപ്പോൾ ഒരേമാതിരി ആയാൽ പറ്റൂലല്ലോ. ഇന്ന് ചായ പള്ളിയിലായിട്ട് നമുക്ക് അടിച്ചോരലും തുടക്കലും പാത്രം മുറലും ഒക്കെ ഉണ്ടെടുക്കാം. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ ചാറൊക്കെ പാർന്നു കേട്ടോ. മക്കൾക്കൊക്കെ കൊടുക്കാൻ ഓരോ കണ്ടുണ്ട് കേട്ടോ. ഇച്ച് പിന്നെ കണ്ടൊന്നും വേണ്ട, ഇച്ച് അതിൻ്റെ വെള്ളം കിട്ടിയാൽ തന്നെ മതി. അപ്പോൾ അങ്ങനെ ഏതായാലും മിന്നൂട്ടിനോട് ചാറ വേണ്ടിയ പഞ്ചാര വേണ്ടിയ ചോദിച്ചിട്ട് പാർന്നേക്കാം കേട്ടോ. അല്ലെങ്കിൽ ഓള് ചാറ് വേണ്ടാന്ന് പറയും ചിലപ്പോൾ. അപ്പോൾ കോഴിച്ചാറിൻ്റെ മണമൊക്കെ ഉണ്ടായതുകൊണ്ട് ഓള് പറഞ്ഞു ഇച്ച് ചാറ് മതി മെച്ചിയായിരുന്നു. ഓള് കേങ്ങും ചാറാണെങ്കിൽ വേണ്ടാറേ. അപ്പോൾ ഏതായാലും നമ്മൾ നൂൽപുട്ടൊക്കെ ചാറൊക്കെ പാർന്ന് കുഴച്ച് തിന്നാലേ മൈലാഞ്ചിട്ട കജ്ജോണ്ട് കുഴച്ച് തിന്നണ കാണാൻ നല്ല ചൊറുക്കുണ്ടല്ലോ ഇയാളെ. അപ്പോൾ ഏതായാലും നല്ല രസമുണ്ട് മൈലാഞ്ചിട്ടിട്ട് ഇങ്ങനെ ആ കജ്ജോണ്ട് ഇങ്ങനെ വാരി തിന്നണ കാണാനില്ലേ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുക്കണോ? അപ്പോൾ ഇതാക്കണേ നമ്മൾ ചായയൊക്കെ ഇങ്ങനെ കുടിച്ചാണ് കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താട്ടി വേഗം പാത്രം മോറാൻ ഒരുങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാക്കണേ പാത്രം മോറി എടുക്കുകയാണ്. അപ്പോൾ പാത്രം മോറി കഴിഞ്ഞിട്ട് വേണം ഇനി മിറ്റടിച്ച് വരാൻ പോകാൻ. ഇനിയിപ്പോൾ മിറ്റത്ത് കറങ്ങിയാൽ എന്താണെന്നറിയാം, ആ പയർ ഒന്നിങ്ങനെ നോക്കി, ചീര ഒന്ന് നോക്കി, തക്കാളി തജ്ജൊക്കെ നോക്കി അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് നേരം കുറയാം. അപ്പോൾ ഈ പാത്രമൊക്കെ അങ്ങനെ മോറി വെച്ചാൽ സുഖമല്ലേ. ഇപ്പോൾ എത്ര ആയാലും മടിയില്ല. അപ്പോൾ ആരെങ്കിലും വന്ന് കയറിയാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ പാത്രം മോറിലൊക്കെ കഴിഞ്ഞ് മിറ്റടിച്ചോരിയൊക്കെ കഴിഞ്ഞ് നമ്മളെ കുടത്തിൽ ഒരു തുള്ളി വെള്ളമല്ല. അപ്പോൾ ആ വെള്ളം മുക്കട്ടെ വിചാരിച്ചിക്കാണ്ട് നമ്മൾ വന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും എത്താപ്പോളെ കയറുമ്പോൾ അങ്ങനെ ഓരോ നീലാന്നില്ലേ. അപ്പോൾ എന്താ പറയുക, ആ കയറ് വറ്റങ്ങൾ തേഞ്ഞ് ഇങ്ങനെ ഇതായിക്കണം കേട്ടോ.
ചിലപ്പോൾ അതിങ്ങനെ മുക്കണീൻ്റെ ഇടയിൽ ഒന്നായിട്ടാണ്ട് പൊട്ടിക്കാണ്ട് കിണറ്റിക്കാൻ ചാടും. അപ്പോൾ ഞാൻ എന്താട്ടി ഒരു സീലെടുത്തുകാണ്ട് അങ്ങനെ കെട്ടിയതാണ്. അപ്പോൾ നല്ല ഉറപ്പേക്കാരം ധൈര്യത്തിൽ വെള്ളം മുക്കട്ടോ. അങ്ങനെ വെള്ളമൊക്കെ മുക്കി നമ്മൾ ഔത്ത് കൊണ്ടേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും വെള്ളമൊക്കെ ഔത്ത് കൊണ്ടേച്ച് നമ്മൾ ചോറ്റിനില്ല അരി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുക്കറിലാട്ടോ വെക്കുന്നത്, ഇന്ന് അടുപ്പത്തൊന്നും വെക്കണില്ല. വേഗം കുക്കറിൽ ഒരു 2 അരി കേകിയിട്ടിക്കണം കേട്ടോ. മക്കൾക്കൊക്കെ സ്കൂളുണ്ട്, മിന്നുട്ടിക്കില്ല കേട്ടോ, സനുവിനും ജിനുവിനും ഉണ്ട്. ഓര് രണ്ടാളും പോകാണ് കേട്ടോ. സനുവിനും ജിനുവിനും എന്താ ക്രിസ്മസിൻ്റെ പരിപാടികളാണ് കോളേജിൽ സ്കൂളിലൊക്കെ കേട്ടോ. അപ്പോൾ അതുവരെയും ഗ്യാസ് തുറക്കാതെ കുറേ നേരം കത്തിച്ച് നോക്കി. അപ്പോൾ ഞാൻ കരുതി പടച്ചോനെ ഗ്യാസ് കഴിഞ്ഞോ പെട്ടോ എന്നൊക്കെ വിചാരിച്ച്, പിന്നെ നോക്കുമ്പോഴാണ് ഗ്യാസ് തുറക്കാത്ത ഓർമ്മ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേഗം നമ്മൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ട് വേഗം തുടക്കാൻ വേണ്ടി പോയി. തുടക്കലൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളെ മീനുണ്ടല്ലോ, കുറച്ച് ദിവസമായി അത് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ തട്ടി കളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇന്നിപ്പം നമ്മൾ മീൻ കൂടി പൊരിച്ചാന്ന് വിചാരിച്ചിട്ടോ. അപ്പം അങ്ങനെ ഓയിലൊക്കെ പാർന്ന് ചട്ടിയൊക്കെ ചൂടായിക്കാണ്ട് നമ്മൾ എന്താട്ടി മീൻ പൊരിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ കരുതുണ്ടാവും എത്തപ്പം മീൻ ചട്ടി ഇങ്ങനെ ഒരു കറുത്ത് കൊണ്ടുവന്ന്, അത് എന്തോ ഒരു ദിവസം പയമ്പൂര് എന്തോ പൊരിച്ചില്ല, അത് അടിക്ക് പൊടിച്ചതാണ്. ഇപ്പോൾ എത്ര മോറിയിട്ടും കമ്പിച്ചണ്ടിയിട്ട് എത്ര മോറിയിട്ടുണ്ടല്ലോ അത് പോണില്ല, അതൊരു കറിയായി മാറിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മോറായിട്ടൊന്നല്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ കരുതണ്ട, എത്താപ്പം അതിൻ്റെ ഉള്ളിലൊരു ഇതത് കറി ആയിക്കാണ്ട് മാറിയിരിക്കണം. എത്ര കമ്പിച്ചണ്ടിയിട്ട് വരച്ചിട്ട് അത് പോണില്ല. അപ്പം ഇനിയിപ്പോൾ അതവിടെ കിടക്കട്ടെ, അല്ല അപ്പം എന്താ ഇപ്പോൾ കാട്ടണത്. ചട്ടിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ മീനൊക്കെ പൊരിച്ച് നമ്മൾ വാങ്ങിക്കണേ. അങ്ങനെ നമ്മൾ മീനൊക്കെ ഇതായി, ചോറും വെന്തു. ഇനി നമുക്ക് ചോറ് എന്താട്ടാ ഓട്ടപ്പാത്രത്തിൽ 2 ഊറ്റിയേക്കട്ടോ. ഇത് നമ്മൾ വിസിൽ വരുന്നതിൻ്റെ മുന്നേ ഓഫാക്കി കൂട്ടോ. ചോറ് നല്ല ചോറ് കഴിക്കണം. വിസിൽ വന്നാൽ ചോറ് അത്ര ഒരു ബൗസ് ഉണ്ടാവില്ല കേട്ടോ, കാണാനും തിന്നാനൊന്നും വേഗം എറികൊണ്ടേക്കാരം. പിന്നെ ഞാൻ മുരിങ്ങ താളിച്ചാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ മുരിങ്ങ ഞാൻ അയൽവക്കത്തുനിന്ന് പേരിൽ നിന്ന് പൊടിച്ചു കൊടുന്നിരിക്കണം. കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ, കുറേ മുരിങ്ങ കൊടുന്നിട്ട് കാര്യമല്ല. കാരണം ഒക്കെ പാടിട്ട് പീങ്ങിയിട്ട് കാര്യമില്ലല്ലോ, രസമല്ല. മക്കളൊന്നും മുരിങ്ങ കിട്ടില്ല, നമ്മൾ തന്നെ മണമൊക്കെ കോരി തിന്നാണെങ്കിൽ. അപ്പോൾ പിന്നെ അതെഴുതി പിന്നെ നമ്മളിൽ വന്ന് കുറച്ച് പയറിട്ടിരിക്കണം കേട്ടോ. ആ ഒരു പയറും ഒരു 5-8 പയർ നമ്മൾ അയലോക്കത്തെ താത്തിയും തന്നു കേട്ടോ, കാക്ക കുഴിച്ചിട്ട പയർ. അപ്പോൾ അതുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞാൻ പയറും പൊട്ടിച്ച് ഉപ്പും മുളകും ഇട്ടുകാണ്ട് അതും അടുപ്പത്ത് വെക്കാൻ കേട്ടോ. വെള്ളമൊന്നും പാരില്ല, ഒന്ന് തൂമിച്ച് കാണ്ടൊന്നല്ല കേട്ടോ. മുരിങ്ങ താളിച്ചുമ്പോൾ അതിനാണ് മുക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ കമൻറ്റിൽ കണ്ടിനി പാത്തോ എൻ്റെ പച്ചക്കറിയൊക്കെ എന്തേ ആയത്. നമ്മൾ പച്ചക്കറി എന്തായി വെച്ചാൽ പുജ്ജ് കുറേ തിന്നിക്കണേ. പുജ്ജ് തിന്നീൻ്റെ ബാക്കി നമുക്കും കിട്ടിയിരിക്കണം കേട്ടോ. അതപ്പോൾ പറയാനുള്ളൂ. പിന്നെ വൈതലങ്ങത്തജും ചീരയും ഒക്കെ അങ്ങനെ മാണോ മാണ്ടേ എഴുതി അങ്ങനെ നിൽക്കുന്നുണ്ട്. മുളകും വൈതലങ്ങയും പിന്നെ നമ്മളെ ചീരയും തക്കാളി തജൊക്കെ കേട്ടോ. അങ്ങനെ ഓലിപ്പോൾ എന്താ തീരുമാനിച്ചിട്ടേന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കൂടിയാടില്ല. ഓല തീരുമാനം എന്തായാലും നമുക്ക് അതിനനുസരിച്ചല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അടിച്ചുകാണ്ട് നമുക്ക് വലിയതാകിയെന്ന് പറയാൻ പറ്റുമോ? ഓലോട് ഓല് വലിയതാകുകയാണെങ്കിൽ ആകട്ടെ. ഇനിയിപ്പോൾ നമുക്ക് വലിയ വളമൊക്കെ കൊണ്ടുവന്നിടണം. അപ്പം ഇനി നമ്മൾ ഒരു കല്യാണം ഉണ്ട്, ആ കല്യാണത്തിന് പോകുമ്പോൾ ഇപ്പം ചിലപ്പോൾ അവിടെ എന്താ വല്ല വളമയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ഇസ്ക്കി കൊണ്ടുവരണം. എന്നിട്ട് നമുക്ക് നമ്മളെ പച്ചക്കറിക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ കയറ്റി കുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാക്കണേ നമ്മൾ മുരിങ്ങ താളിച്ചേനി. അതിൽ നിന്ന് ഞാൻ കുറച്ച് ഉള്ളി തൂമിച്ചത് പയറൊക്കെ പാർന്നിക്കണം കേട്ടോ, വെള്ളമൊക്കെ വറ്റിയപ്പോൾ. അപ്പോൾ ഇതാക്കണേ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചിക്കണേ. പിന്നെ നമ്മളെ മുളകും ഉള്ളിയും തൂമിച്ച് ഇതിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളവും പാർന്നിക്കണം കേട്ടോ. കുറേ ഒന്നും താളിച്ചണില്ല, കൊങ്ങൻ വെള്ളം പോലെ ഒന്നും താളിച്ചണില്ല, കുറച്ച് താളിച്ചണുള്ളൂ. അതൊക്കെ നമുക്ക് ഇലയും കൂടി ഇട്ട് കൊടുക്കാം. അതോടുകൂടി നമ്മളെ മുരിങ്ങാച്ചാറും റെഡി. അപ്പം ഇന്ന് പയറുപ്പേരി മുരിങ്ങ താളിപ്പും മീനുമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. അപ്പം വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതുവരെയും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നന്ദിയുണ്ട് കേട്ടോ, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനിയും ഞാൻ പ്രതീക്ഷിച്ചാണ്. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.